ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഫേക്കാണ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഉണ്ടാക്കിയെടുക്കാനേ പറ്റത്തില്ല. താൻ ഉണ്ടാക്കി അകത്ത് നിന്ന സമയത്താണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിരുന്നത്. സിജുവേട്ടനുമായിട്ടൊക്കെ താൻ സംസാരിക്കുന്ന സിനിമയെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളുമായിരുന്നു. ഞങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യവുമില്ല. ഷാനവാസ് ഉണ്ടെങ്കിൽ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അനീഷ് ഉണ്ടെങ്കിൽ സാധാരണ ഒരാളാണ്. അയാളുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു ഫീൽഡിലും ഒന്നും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അവർക്കുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു കാര്യങ്ങളും കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര കള്ളമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇതേപോലത്തുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെന്നാണ് ഇതാണ് അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ലാഭം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനേ പറ്റത്തില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിൻ്റെ മേലിൽ ഉണ്ടാവാതിരിക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമായിരിക്കും ഒരാളെ പരിചയപ്പെട്ടത്, അന്ന് തന്നെ ചിലപ്പോൾ അവരുമായിട്ട് നല്ല ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതുണ്ടെങ്കിൽ അഖിൽമാരാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ പുതിയ ഓരോ സീസൺസ് വരുമ്പോഴും തൻ്റെ പേര് ആരും മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ തൻ്റെ സമയത്തുണ്ടായിരുന്ന ബിഗ് ബോസ് ആ ടൈമാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇരയായിരിക്കുന്നത് ഇത് കണക്ക് ഷാനവാസും അനീഷും തന്നെയാണ്.